ഹലോ, നമസ്കാരം. ഈ വർഷത്തെ വെക്കേഷൻ ട്രിപ്പ് തമ്പുനയിൽ കണ്ട പോലെ സ്പെയിനിലോട്ടാണ്. 5 ഡേയ്സ് ട്രിപ്പാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത്. 3 പാർട്ടുകളായിട്ടായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അവസാനത്തെ ദിവസമാണ് ഞങ്ങൾ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ അടുത്ത് പോയത്. ഞങ്ങൾ സ്പെയിനിലെ മാഡ്രിഡിലോട്ടാണ് പോണത്. ഇവിടുന്ന് 2.5 മണിക്കൂർ ഫ്ലൈ ആണുള്ളത്. ലോ കോസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹാൻഡ് ബാഗ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മാഡ്രിഡ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ ഫ്രണ്ടായ ഫാദർ ബെന്നി ടോം ഒരു സ്പാനിഷ് ഫാമിലി ആയിട്ടാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. ആളെണ്ണം കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഇറ്റാലിയൻ വേർഡ്സിൻ്റെ അവസാനം ഒരു എസ് ചേർത്താൽ ഏകദേശം ഒരു 50% വാക്കുകൾ സ്പാനിഷ് വാക്കുകളായി മാറും. പിന്നെ ഇറ്റാലിയൻ പറഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് മനസ്സിലാകും. അങ്ങനെ 35 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ബെന്നിയച്ചൻ്റെ പള്ളിയങ്കണത്തിൽ എത്തിയിരിക്കുകയാണ്. വളരെ വിസ്തൃതവും സുന്ദരവുമായൊരു പള്ളിയാണ്. മൊറലേഹ എന്നാണ് ഈ പാരിഷിൻ്റെ പേര്. സാധാരണ ദിവസങ്ങളിൽ പോലും 3 കുർബാന നടക്കുന്ന പള്ളിയാണിത്. അങ്ങനെ പള്ളിയും പള്ളിമേടയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ അടുത്തുള്ള ഒരു കുഞ്ഞു പള്ളിയിലോട്ട് പോവുകയാണ്. പക്ഷെ അവിടെ ക്ലോസ്ഡ് ആണ്. അകത്ത് കയറി മാതാവിനെ കാണാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. എങ്കിലും ഇതറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷവുമുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. തന്നെയുമല്ല, മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് മാഡ്രിഡിന്റെ വിശുദ്ധനായ വിശുദ്ധ ഐസീദിറോ തന്റെ പരിധിസുത വധുവായ വിശുദ്ധ മരിയ ദെല്ല കദാസെ കാണാൻ പോകുന്നതിന് മുമ്പ് എന്നും ഇവിടെ കയറി പ്രാർത്ഥിച്ചിരുന്നു. തോറെ ലുഗാന എന്ന് പറയുന്ന സ്ഥലത്താണ് വിശുദ്ധ താമസിച്ചിരുന്നത്. നാളെ നമ്മൾ ഇവരുടെ തിരുശേഷിപ്പുകൾ വെച്ചിട്ടുള്ള പള്ളിയിൽ പോകുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ മിസ്റ്റർ ജെറാൾഡിൻ്റെയും മിസ്സസ് മരിയ ലൂയിസയുടെയും വീട്ടിലെ അതിഥികളാണ്. ഞങ്ങളിവിടെ ഡിന്നറിന് വിളിച്ചേക്കുവാണ്. ബെന്നിയച്ചൻ ഞങ്ങൾക്ക് തന്നൊരു സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. 3-ാം നിലയിലുള്ള സിറ്റ് ഔട്ടിലോട്ടാണ് നമ്മളിപ്പോൾ കയറി ചെന്നിരിക്കുന്നത്. കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ഈ ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. 3rd ഫ്ലോറിലാണ് വീടെങ്കിലും ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും സന്ദർശിച്ചുള്ള ഞങ്ങൾക്ക് ഈ സ്പാനിഷ് ഫാമിലി ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. നല്ല മനുഷ്യരാണ് ഇവർ. ബെന്നിയച്ചൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കൊച്ചു വർത്താനങ്ങൾക്ക് ശേഷം ഞങ്ങൾ അപ്പിറ്റൈസറിലോട്ട് കിടക്കുകയാണ്. ഇവിടെ ഞാൻ കണ്ടൊരു മറ്റൊരു പ്രത്യേകതയാണ് ഈ വീട്ടിലെ ഹൗസ് മെയ്ഡ്. ഒരുപക്ഷെ നിങ്ങൾ നോട്ടീസ് ചെയ്തായിരിക്കും, ഒരു സ്പാനിഷ് കൊച്ച് വർക്ക് വെയർ ഒക്കെ യൂസ് ചെയ്ത് അവിടെ നിന്നിരുന്നു സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മെയിൻ കോഴ്സുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് അകത്ത് ഡൈനിങ് ഹാളിലേക്ക് കയറിയിരിക്കുകയാണ്. കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ഈ ഡൈനിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. വെൽ ഡെക്കറേറ്റഡ് ആണ്. ഇവിടെ സ്പാനിഷുകാർ ഒത്തിരി താമസിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഡിന്നർ ലേറ്റായിട്ട് കഴിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കഴിക്കേണ്ടത് ഒരു ക്രീമാണ്. അതായത് പംകിൻ്റെ ക്രീം. മറ്റ് വെജിറ്റബിൾസൊക്കെ ഇട്ടാണ്. ഇതിനെ മലയാളത്തിൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അതായത് ഒരു സ്മൂത്തി വെർഷനും അല്ല, സൂപ്പ് വെർഷനും അല്ല, അതിൻ്റെ എല്ലാം കൂടെ ഇടയ്ക്കുള്ളത് ഒരു വെൽവെറ്റ് ക്രീമി ലുക്കാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. ഇറ്റലിയിൽ ഞങ്ങൾ പൊട്ടറ്റോയുടെയും ഗ്രീൻ പീസിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ഇങ്ങനത്തെ ക്രീമുകൾ ഉണ്ടാക്കാറുണ്ട്. വളരെ നല്ലതാണ്. ഇനി അടുത്ത സെക്കൻഡ് ഡിഷ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് ടൊർട്ടില്ല എസ്പഞ്ഞോള എന്നാണ്. അതായത് സ്പാനിഷ് ഓംലെറ്റ്. ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നില്ല കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. ഞാനൊരു ഇറ്റാലിയനും ഇംഗ്ലീഷും കൂടി ഒരു മിക്സ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് വന്നേക്കുന്നത് എംപനാദ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പേസ്ട്രി ഷീറ്റിനകത്ത് ഹാമും ചീസും വെജിറ്റബിളും ഒക്കെ വെച്ച് ബേക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ കാണിക്കാനുണ്ട്. പക്ഷേ പ്രൈവസി ഇഷ്യൂ മൂലം ഞാനിതൊന്നും കാണിക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് വന്നേക്കുവാണ്. എല്ലാവരും ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. സ്റ്റാറിൻ്റെ എണ്ണം മാത്രമേ കൂടുതലുള്ളൂ, പക്ഷെ അത്ര സൗകര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം ഞങ്ങൾ റൂമിലോട്ട് വന്നിട്ടുണ്ട്. 2 ഡബിൾ കോട്ടാണ് ഇട്ടേക്കുന്നത്. 4 പേർ കൂടെ ഒരു റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഇത് ഞങ്ങൾ 2 മാസം മുമ്പേ തന്നെ ബുക്ക് ചെയ്തിരുന്നു. അന്ന് 4 നൈറ്റിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയാണ് ഞങ്ങൾ പേ ചെയ്തത്. പിന്നെ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ഫ്രിഡ്ജിലാണെങ്കിൽ ലൈറ്റ് ഡ്രിങ്ക്സ് ധാരാളം വെച്ചിട്ടുണ്ട്. നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് അവർ റെസ്റ്റോറൻറ്റുകളുടെ നമ്പരും എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഓർഡർ ചെയ്ത് റൂമിൽ വരുത്താവുന്നതാണ്.
ബാത്റൂം വലിയ കുഴപ്പമില്ല, അടിപൊളി എന്ന് പറയത്തില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഹോട്ടലിൻ്റെ എൻട്രൻസിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ വന്നിരിക്കുകയാണ്. എല്ലാവരും അവനവൻ്റെ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ആദ്യത്തെ ദിവസമായതുകൊണ്ട് എല്ലാം തന്നെ ഒന്ന് നോക്കി കണ്ടു വെച്ചതേ ഉള്ളൂ. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബെന്നിയച്ഛൻ ഞങ്ങളെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. പാവം രാവിലെ കുർബാനയും കഴിഞ്ഞിട്ട് വന്നിട്ട് പോലും ഞങ്ങളാരും റെഡി ആയിട്ടില്ല. വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും 11-12 മണി വരെ കിടന്നുറങ്ങുന്നത് കൊണ്ട് എല്ലാവരെയും കുത്തിയേൽപ്പിക്കാൻ കുറേ സമയമെടുത്തു. ഇവിടെ അടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഇന്ന് ഞങ്ങൾ മാഡ്രിഡിൻ്റെ സെൻറ്ററിലോട്ടാണ് പോണത്. അതായത് ആദ്യം ഐസീദ്രോ പുണ്യാളൻ്റെ പള്ളിയിൽ, അവിടുന്ന് അതെല്ലാം കണ്ടതിന് ശേഷം കത്തീഡ്രൽ ചർച്ച്, അതിനുശേഷം പാലസ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാം. ഇവിടെ ഞങ്ങൾ മെട്രോ ഇറങ്ങി ജസ്റ്റ് കയറുന്നത് ഐസീദ്രോ പുണ്യാളൻ്റെ ചർച്ചിലോട്ടാണ്. ഇനിയച്ഛനൊരു സൂപ്പർ ഗൈഡാണ് കേട്ടോ. ഇവിടെ മുഴുവൻ അരച്ച് കലക്കി കുടിച്ചേക്കുവാണ്. നമ്മളിപ്പം പള്ളിക്കകത്തേക്ക് കയറുകയാണ്. കുറച്ചിരുട്ടുണ്ട്. കയ്യിലൊരു കലപ്പയും കൂട്ടിനൊരു മാലാഖയുമായി നിൽക്കുന്നതാണ് നമ്മുടെ ഇസീദ്രോ പുണ്യാളൻ. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ച ഒരു സാധാരണ കർഷകനായിരുന്നു വിശുദ്ധൻ. കിണർ, വെള്ളം, അതുപോലെ തന്നെ വീട് റെൻറ്റിനൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ, കാർഷികപരമായ ആവശ്യങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാണ്. ഭയങ്കര അച്ചട്ടുള്ള ഒരു പള്ളിയാണ്. ഇവിടെ മാതാവ് സ്വർഗാരോപണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് കൂടി പ്രാർത്ഥനയിൽ തന്നെ ഉറങ്ങിയ ഒരവസ്ഥയിലുള്ള രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ മാതാവിൻ്റെ വിവിധ തരത്തിലുള്ള സ്റ്റാച്യുകളുണ്ട്. മെയിൻ അൾത്താരയിൽ ഇസിദ്രോ ലാബർദോറിൻ്റെ സ്റ്റാച്ചുവിൻ്റെ താഴെയായിട്ടുള്ള സിൽവർ ബോക്സിനകത്താണ് വിശുദ്ധൻ്റെ അഴുകാത്ത ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. പാതുവായിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളനെ പോലെ ഇസിദ്രോ പുണ്യവാളനും വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി ഇവിടെ ഞങ്ങൾക്ക് മറ്റൊരു സർപ്രൈസും കൂടെ ഉണ്ടായിരുന്നു. ഈ പള്ളിയിൽ 2 മലയാളി അച്ഛന്മാരുണ്ട്. ഒന്ന് ഫാദർ ജോമയും മറ്റേത് ഫാദർ ക്രിസ്തുരാജുവാണ്. അവരാണ് ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ പുണ്യാളനെ കുറിച്ച് പറഞ്ഞു തന്നത്. പിന്നീട് ഞങ്ങളെ ദേവാലയത്തിൻ്റെ സാക്രിസ്റ്റിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വിവിധ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ വെച്ചിട്ടുണ്ട്, നമ്മുടെ അൽഫോൻസാമയുടേത് അടക്കം. ഈ തിരുശേഷിപ്പുകളുടെ എല്ലാം മുൻപിൽ വെച്ച് ഫാദർ ജോമി ഞങ്ങൾക്ക് വേണ്ടി വളരെ ഭക്തിപരമായ പ്രാർത്ഥന നടത്തി. ജോമിയച്ചൻ ഞങ്ങളെ മറ്റൊരു സർപ്രൈസ് കാണിച്ചു. ഇത് കണ്ടോ, നമ്മുടെ കുർബാനയ്ക്കുള്ള കാപ്പയാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ കുർബാന പുസ്തകങ്ങളും പിന്നെ അവരുടെ മലയാളി കൂട്ടായ്മകളുടെ പ്രവർത്തന കാര്യങ്ങളും എല്ലാം വിശദീകരിച്ചു തന്നു. ഇത് നല്ല സമയമെടുത്ത് കാണേണ്ട ഒരു വലിയ പള്ളിയാണ്. ഒത്തിരി ആൾത്താരകളും ഒത്തിരി വർക്കുകളും ഒക്കെയുള്ള നല്ലൊരു പള്ളിയാണ്. ഇതൊന്ന് മുഴുവൻ കാണിച്ചാൽ ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഈ പള്ളിയുടെ എല്ലാ മൂലയിലും തന്നെ മാതാവിൻ്റെ വിവിധ പോസിലുള്ള രൂപങ്ങൾ കാണാൻ സാധിക്കും. നല്ല രസമായിട്ടാണ് അവയെല്ലാം ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. താല്പര്യമുള്ളവർ നെറ്റിനകത്ത് സെർച്ച് ചെയ്ത് പുണ്യവാളം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കണേ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മാഡ്രിഡിൻ്റെ കത്തീഡ്രൽ ചർച്ചിലോട്ടാണ്. ഇപ്പം നമ്മൾ നടന്ന് ഒരു പോയിന്റിലെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ മലയാളം സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റാണിത്. നിങ്ങൾക്കിത് കണ്ടപ്പം മനസ്സിലായോ? ഇത് നമ്മുടെ സ്പാനിഷ് മസാല മലയാളം ഫിലിമിൻ്റെ ലൊക്കേഷൻ സൈറ്റുകളിൽ ഒന്നാണ്. എനിക്കറിയത്തില്ലായിരുന്നു. ബെന്നിയച്ഛനും പിള്ളേരും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇവരെ അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. പിള്ളേരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇവിടെ നിന്ന് മുമ്പോട്ട് നടക്കുമ്പോൾ ലാസ് വിസ്തില്യാസ് എന്ന് പറഞ്ഞ ഗാർഡനാണ് അവിടെയുള്ളത്. ഇവിടെ പുറയിൽ കാണുന്നതാണ് കത്തീഡ്രൽ ചർച്ച്. നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു വയാഡറ്റിൻ്റെ മേളിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 35 മീറ്റർ നീളമുണ്ട്, 13 മീറ്റർ ഹൈറ്റും ഉണ്ട്. ഇവിടെ ഒരു സൂയിസൈഡ് പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഗ്ലാസ് ഇട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് കത്തീഡ്രലിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാലസ്. കത്തീഡ്രൽ പള്ളിയിൽ 12 മണിക്ക് ഒരു കുർബാനയുണ്ട്. ഞങ്ങൾ ആ കുർബാനയിൽ പങ്കെടുക്കാനായിട്ടാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 11:30 ആയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പാലസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നോക്കിയ പാലസിൻ്റെ അകത്ത് കയറാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണിത്. ഏതാണ്ട് 1.5 മില്യൺ സ്ക്വയർ ഫീറ്റ് പരന്നു കിടക്കുന്ന ഈ കൊട്ടാരത്തിൽ ഏകദേശം 3400 മുറികളുണ്ട്. ഇതിനകത്ത് കയറി സമയം കളയാൻ നമുക്കില്ല. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലൈം സ്റ്റോണും ഗ്രാനൈറ്റും കൊണ്ടാണ്. ഈ റൂമുകളിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഒരു മിറർ ഹാളും അതുപോലെ തന്നെ ഒരു റോയൽ ചാപ്പലുമാണ്.
ഞങ്ങളിപ്പം നിൽക്കുന്നത് കൊട്ടാരത്തിൻ്റെയും കത്തീഡ്രൽ ചർച്ചിൻ്റെയും കൂടെ നടുക്കുള്ള സ്പേസിലാണ്. ഇത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇപ്പം നമുക്ക് കുർബാനയ്ക്കുള്ള സമയമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഈ എൻട്രൻസിൽ കൂടെ കയറാൻ പറ്റുമെന്നാണ്. അതായത് കൊട്ടാരത്തിന് അഭിമുഖമായിരിക്കുന്ന സ്ഥലത്തൂടെ, അതിനകത്തൂടെ പ്രവേശനമില്ല. നമ്മൾ തിരിച്ച് നടന്ന് റോഡിന് അഭിമുഖമായിട്ടിരിക്കുന്ന എൻട്രൻസിൽ കൂടെയാണ് കയറിയത്. ഇവിടെ കയറി കഴിയുമ്പോൾ അതിനകത്ത് പള്ളിയങ്കണമുണ്ട്, അതിനോട് ചേർന്ന് ഓഫീസുകളും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അത് ദരിദ്രനായ യേശുവിനെ ചിത്രീകരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വാതിൽ. ഇത് വെൺകലത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1883 നിർമ്മാണം ആരംഭിച്ച 1 നൂറ്റാണ്ട് കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. അതായത് 1993 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ ദേവാലയത്തെ വിശദീകരിച്ചത്. ഇതിന് പ്രധാനമായും 3 നേവുകളാണുള്ളത്. 3ലും നിറച്ച ആൾക്കാരാണ് ഇന്നുണ്ടായിരുന്നത്. സ്പെയിനിൽ വന്നിട്ട് ഞങ്ങളെ ഏറ്റവും അധികം ഞെട്ടിച്ചത് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവുമാണ്. ഞാൻ വിചാരിച്ചത് ഇന്ത്യയിലും ഇറ്റലിയിലും ഒക്കെയാണ് ആൾക്കാർക്ക് വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഉള്ളതെന്ന്. പക്ഷേ അതിനെ തോൽപ്പിച്ചുകൊണ്ട് സ്പെയിൻകാരാണ് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ എല്ലാ കുർബാനയ്ക്കും പള്ളി നിറച്ച ആൾക്കാരുമാണ്. എല്ലാവരും നല്ല ഭക്തി നിർഭരമായിട്ടാണ് കുർബാനകൾ പങ്കെടുക്കുന്നത്. ഇനി ഞാൻ പള്ളി മൊത്തം ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ മൊത്തവും അതിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് അതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത് നോക്കിയേ. ഇത് ഒരു മിക്സ് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. നെയോ റൊമാനസ്കസ്, നെയോ ഗോത്തിക്, നെയോ ക്ലാസിക് എന്നിവയുടെ മിക്സ് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അൽമുദേന കത്തീഡ്രലിന്റെ 3 പ്രധാന നേവുകളും സൈഡ് ചാപ്പലുകളും അൾത്താരയുമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആധുനിക നെയോ ഗോത്തിക് ഇന്റീരിയർ ഡിസൈനാണ് കൂടുതലും കാണാനുള്ളത്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഓറിയന്റേഷനുള്ള മിക്ക കത്തീഡ്രൽ ചർച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത് വടക്ക് നിന്ന് തെക്കോട്ടാണ് ഇതിന്റെ ഓറിയന്റേഷൻ എന്നുള്ളതാണ് കൗതുകകരമായ മറ്റൊരു സവിശേഷത. 2004 മെയ് 22 അന്നത്തെ കിരീടാവകാശിയായിരുന്ന രാജാവ് ഫെലിപ്പ് ആറാമനും ലത്തീസ്യ ഓർട്ടീസും തമ്മിലുള്ള വിവാഹം ഈ കത്തീഡ്രലിൽ വെച്ചാണ് നടന്നത്. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് ഇവിടുത്തെ നിത്യാരാധന ചാപ്പലിലേക്കാണ്. അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ദൈവികമായ ചൈതന്യം നമ്മൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ മൊസൈക്ക് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഫാദർ മാർക്കോ ഇവാൻ റൂപ്നിക് ആണ്. അതുപോലെ തന്നെ ഈ ആപ്സിലെ ഐക്കണുകൾ വരച്ചേക്കുന്നത് കിക്കോ റിഗുവെല്ലോ ആണ്. ഇവിടെ ഫോട്ടോയും വീഡിയോസും റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഇരുന്ന് ഒത്തിരി സമയം പ്രാർത്ഥിക്കാൻ അങ്ങ് തോന്നുകയും അതുപോലെ ഒരു പ്രത്യേക ചൈതന്യം നമ്മളിലേക്ക് ഒഴുകി വരുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ കത്തീഡ്രലിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്കാണ്. ഈ കത്തീഡ്രലിന് 2 രക്ഷാധികാരികളാണ് ഉള്ളത്. ഒന്ന് സാന്ത മരിയ റിയാലെ ദെല്ല അൽമുദേന. ഇത് ഇച്ചിരി നീളം കൂടിയ പേരാണ്. ഇത് ചുരുക്കത്തിൽ നമുക്ക് അൽമുദേനയിലെ മാതാവെന്ന് പറയാം. പിന്നെ വിശുദ്ധ ഇസിദ്രോ ലാബർദോറും. ഈ മാതാവിൻ്റെ തിരുസ്വരൂപം ഭിത്തിയിൽ ഇച്ചിരി മുകളിലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനുള്ള സൗകര്യങ്ങളുണ്ട്. ഐക്കണയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന് അപ്പസ്തോലനായ യോഹന്നാനും സഹോദരനായ ജെയിംസും വിശുദ്ധ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായി കരുതപ്പെടുന്നു. ഒരു കഥ 712 മുസ്ലിം സൈന്യം പട്ടണത്തെ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് തങ്ങളുടെ സംരക്ഷണത്തിനായി മതിലുകൾക്കുള്ളിൽ കന്യകയുടെ രൂപം മുദ്രവെച്ചു. 11ാം നൂറ്റാണ്ടിൽ അൽഫോൻസ് ആറാമൻ മാഡ്രിഡ് കീഴടക്കിയപ്പോൾ ക്രിസ്ത്യാനികളായ പട്ടാളക്കാരുടെ നിരവധി ദിവസങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഐക്കൺ മറച്ചു വച്ചിരുന്ന മതിൽ തകർന്ന് പ്രതിമ വെളിപ്പെട്ടു എന്നാണ് മറ്റൊരു ഐതിഹ്യം പറയുന്നത്. ഇനിയും അൽമുദേന കത്തീഡ്രലിന്റെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരു ക്രിപ്റ്റ് ഉണ്ട്. അത് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ അതിന്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലാറ്റിൻ കുരിശു മാതൃകയിലാണ് ഈ മനോഹരമായ റൊമാനസ്ക് റിവൈവൽ പള്ളി ഉള്ളത്. ഇവിടെ 400 വലിയ തൂണുകളാണുള്ളത്. അതായത് നമ്മൾ റോമിൽ കണ്ട പോലെ, സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ അവിടെ കണ്ട പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഓരോന്നിലും മുകൾ ഭാഗത്തായി ബൈബിൾ ദൃശ്യങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും മനോഹരമായി കൊത്തിവെച്ചേക്കുകയാണ്. ഇതിന് 5 നേവുകളും 20 ചാപ്പലുകളും ഉണ്ട്. ഈ ചാപ്പലുകളെ പ്രകാശിപ്പിക്കുന്നതിന് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങളാണ് കാണുന്നത്. സ്പെയിനിലെ ഏറ്റവും കുലീന കുടുംബത്തിൽപ്പെട്ട ചിലരുടെയും അൽഫോൻസോ 12ാം രാജാവിന്റെ ഭാര്യ ദിലാസ് മെഴ്സിഡസിന്റെയും ശവകുടീരങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സീലിംഗിൽ തൂങ്ങിക്കിടക്കുന്ന ഈ വോൾട്ടീവ് ലാമ്പുകൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ വരുന്ന ഒരു ടൂറിസ്റ്റ് പോലും ഈ റൊമാനസ്കസ് റിവൈവൽ ആർക്കിടെക്ചർ സ്റ്റൈൽ കാണാതെ പോകത്തില്ല. നമ്മൾ വളരെ വേഗത്തിൽ ഇതും കണ്ടു കഴിഞ്ഞ് ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ കത്തീഡ്രൽ ചർച്ച് കഴിഞ്ഞിട്ട് പാലസിൻ്റെ ആ പ്രദേശത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ സ്ട്രീറ്റിൻ്റെ പേര് ബൈലൻ സ്ട്രീറ്റ് എന്നാണ്.
ഈ മെട്രോ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഓപ്പറ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നടന്ന് റോയൽ പാലസിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ 2 ഗേറ്റുകളാണുള്ളത്. ഈ ഗേറ്റിൻ്റെ പേര് പ്രിൻസ് ഗേറ്റ് എന്നാണ്. സ്പാനിഷ് ഭരണകൂടത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ കൊട്ടാരം ഇപ്പോൾ സ്റ്റേറ്റ് സെറമണിക്ക് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ രാജകൊട്ടാരങ്ങളിൽ ഒന്നായ ഇത് സ്പാനിഷ് ഹെറിറ്റേജിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. 1751 ഓപ്പൺ ചെയ്ത ഈ പാലസ് ഫ്രാൻചെസ്കോ സബത്തീനി, ജോവാനി ബത്തീസ്ത സക്കേത്തി തുടങ്ങിയ പ്രസിദ്ധരായ കലാകാരന്മാരാൽ ബറോക്ക് ക്ലാസിക്കൽ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലുള്ള പൗരന്മാർക്ക് ചില ദിവസങ്ങളിൽ സൗജന്യ എൻട്രൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നഗര കാഴ്ചകളൊക്കെ കണ്ട് ഹോട്ടൽ റിയു പ്ലാസ എസ്പാനയിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ഈ അമ്പര ചുംബി കെട്ടിടം മഡ്രിഡിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ ഒന്നാണ്. 1953 നെയോ ബറോക്ക് ശൈലിയിൽ നിർമ്മിച്ച ഇത് 20-ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് വാസ്തുവിദ്യയുടെ ഉദാഹരണമായി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. വിശന്നിട്ട് കണ്ണ് കാണാൻ മേലാത്തത് കൊണ്ടും ഹോട്ടൽ റിയോയിൽ കയറാനുള്ള കാശില്ലാത്തത് കൊണ്ടും ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ വന്നേക്കുകയാണ്. ഈ ഹോട്ടൽ മാഡ്രിഡിന് റിയുവിനെ പോലെ 25 നിലയില്ലേലും 16ഓളം നിലയുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല ചോറിൻ്റെയും കറിയുടെയും ഒക്കെ മണം വരുന്നുണ്ട്. ഇവിടെയും ബുഫേ സർവീസാണ്, നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം കഴിക്കാം. ബെന്നിയച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സമ്മർ സ്പാനിഷ് ഡ്രിങ്ക് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അത് തിൻഡോ ദെ വെറാനോ എന്നാണ് അതിൻ്റെ പേര്. റെഡ് വൈനും ലെമൺ ജ്യൂസും ഐസ് ക്യൂബ് കൂടി ഇട്ടുള്ളത് സ്പെഷ്യൽ ഡ്രിങ്കാണിത്. ലെമണിന് പകരം നമുക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയോ അങ്ങനെ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസും ഒഴിക്കാവുന്നതാണ്. നല്ല രസമുണ്ട്. ഈ ചൂടിന് പറ്റിയ സാധനമാണ് കുടിക്കാനായിട്ട്. നല്ലൊരു തുടക്കത്തിനായിട്ട് അപ്പിറ്റൈസേഴ്സിന് കൂടത്തിൽ നമുക്കിത് കുടിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പള്ളികളൊക്കെ സന്ദർശിച്ചത് കാരണം പുറത്തുനിന്നൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ഇറ്റലിയിലെ പോലെ സെയിം ആണ്. വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. രുചിയിലും വലിയ മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് ഡിഷായിട്ട് എല്ലാവരും തന്നെ സെലക്ട് ചെയ്തത് റൈസാണ്. പിന്നെ മീറ്റുകളും ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തു. ഫസ്റ്റ് ഐസ്ക്രീമും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പായസം പോലെ അരി കൊണ്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. പേയ്മെൻറ്റിൻ്റെ സമയമായപ്പോൾ നോക്കിയപ്പോൾ ഓൾറെഡി ഒരു മാലാഹ അത് മുഴുവൻ പേ ചെയ്തായിരുന്നു. മാലാഹയുടെ പേര് ബെന്നി ടോം എന്നാണെന്ന് തോന്നുന്നു. 3 മണിയായിട്ടുണ്ട് സമയം. എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി. അതുകൊണ്ട് ഞങ്ങൾ നേരെ ടാക്സി എടുത്ത് റൂമിലോട്ട് വന്നേക്കുകയാണ്. ഇനി ബാക്കി വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.